തൃപ്പൂണിത്തുറ നിന്നും വൈറ്റില ഭാഗത്തേക്ക് റോഡ് മാർഗമോ മെട്രോയിലോ യാത്ര ചെയ്യുമ്പോൾ വലതുഭാഗത്തായി രണ്ട് വലിയ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകൾ കാണാം. കൊച്ചിയിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമം തെറ്റിച്ച് പണിത 4 വൻ അപ്പാർട്ട്മെൻറ്റ് കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കി 5 വർഷങ്ങൾക്ക് ശേഷം വൈറ്റിലയിലെ സിൽവർ സാൻഡ് ഐലൻഡിൽ പണിതിരിക്കുന്ന ഈ 2 വലിയ അപ്പാർട്ട്മെൻറ്റ് ടവറുകൾ കൂടി പൊളിച്ചു പുതിയതായി പണിയുവാൻ കോടതി ഉത്തരവായി. 2018 പണി പൂർത്തിയായ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ ചന്ദ്രകുഞ്ച് ടവർ ബിയും സിയുമാണ് പൊളിച്ചു പണിയുവാൻ കോടതി ആവശ്യപ്പെട്ടത്. കൺസ്ട്രക്ഷനിൽ ഉണ്ടായ സീരിയസ് ആയ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 2 ടവറുകളും പൊളിച്ചു പുതിയതായി പണിയുവാൻ കോടതി ആവശ്യപ്പെട്ടത്. ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്തവരും യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ വിധവകൾക്കും അവരുടെ ആശ്രിതർക്കും ആയി പണിത ടവറുകളാണ് പൊളിച്ച് പണിയേണ്ടത്. ഡിസ്ട്രിക്ട് കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റിയെ ടവറുകൾ പൊളിക്കുന്നതിനും തുടർന്ന് പഴയ വലിപ്പത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഫ്ലാറ്റ് സമുച്ചയം പണിയുന്നതിനും മേൽനോട്ടം വഹിക്കുവാൻ കോടതി ചുമതലപ്പെടുത്തി. ആർമിയിൽ നിന്നും ജോലി നോക്കിയ കാലത്തെ ശമ്പളത്തിൽ നിന്നും മിച്ചം വെച്ചാണ് പലരും അവിടെ ഫ്ലാറ്റുകൾ വാങ്ങിയത്. ഫ്ലാറ്റുകളിലെ ഭിത്തിയിൽ വിള്ളലുകൾ വീണതും മറ്റു പല കൺസ്ട്രക്ഷൻ അപാകതകളും ചൂണ്ടിക്കാട്ടി ഫ്ലാറ്റ് ഉടമസ്ഥരിൽ ചിലർ അധികാരികളെ സമീപിച്ച് ഒടുവിൽ മദ്രാസ് IIT നടത്തിയ പഠനത്തിൽ കെട്ടിടത്തിനും താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും അപകടമുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിനെ പഠനം നടത്താൻ കോടതി ഏൽപ്പിക്കുകയും അവരും കെട്ടിടത്തിൽ താമസിക്കുവാൻ യോഗ്യമല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. IITയും IISൻ്റെയും പഠനത്തെ ആസ്പദമാക്കിയാണ് കോടതി 2 ബിൽഡിങ്ങുകളും പൊളിച്ചു പണിയുവാനും അതിനായി മേൽനോട്ടം വഹിക്കുവാൻ വിദഗ്ധരുടെ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തത്. ബിൽഡിംഗ് പൊളിച്ചു പണിത് വീണ്ടും താമസയോഗ്യമാകും വരെ ഇപ്പോഴുള്ള ഫ്ലാറ്റ് ഓണേഴ്സിന് താമസിക്കുവാനുള്ള വാടകയും പൊളിച്ചു പണിയുവാനുള്ള തുകയും AWHO കൊടുക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടു. ടവറുകൾ പൊളിച്ചു മാറ്റി പുതിയ ടവറുകൾ പണിയുന്നതിൻ്റെ പ്ലാനിംഗ് വരെ 10 മാസത്തോളം എടുക്കുമെന്ന് എക്സ്പേർട്സിൻ്റെ കമ്മിറ്റി വിലയിരുത്തി. ഇത്രയും നിലകളുള്ള കെട്ടിട സമുച്ചയം പൊളിക്കുമ്പോൾ മറ്റു കെട്ടിടങ്ങൾക്കും സമീപത്തു കൂടി പോകുന്ന മെട്രോ ലൈനുകളും കുഴപ്പമില്ലാതെ വേണം ചെയ്യുക എന്നതുകൊണ്ട് പൊളിച്ചു മാറ്റുക എന്നത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഫ്ലാറ്റ് ഉടമസ്ഥരിൽ അധികം ആളുകളും അവിടെ നിന്ന് താമസം മാറ്റിക്കഴിഞ്ഞു. വൈറ്റില പരിസരങ്ങളിൽ കെട്ടിടം പുതിയതായി പണിത് കിട്ടുന്നത് വരെ വാടകയ്ക്ക് താമസിക്കുവാൻ ഉള്ള സൗകര്യം കണ്ടെത്തുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. എങ്കിലും ഇപ്പോഴുള്ള ഉറപ്പില്ലാത്ത ഫ്ലാറ്റുകളുടെ സ്ഥാനത്ത് അല്പം വൈകിയാണെങ്കിലും പുതിയ ഫ്ലാറ്റ് പണിത് കിട്ടുമെന്ന് ഫ്ലാറ്റ് ഉടമസ്ഥർക്ക് ആശ്വസിക്കാം. ഇപ്പോഴുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ രണ്ടും പൊളിച്ചു മാറ്റി പുതിയത് പണിതീരുന്നത് വരെ നിയമപ്രശ്നങ്ങളും മറ്റ് തടസ്സങ്ങളും ഉണ്ടാകാതിരുന്നാൽ സമയബന്ധിതമായി പുതിയ ഫ്ലാറ്റ് എന്ന പദ്ധതി വലിയ കാലതാമസമില്ലാതെ നടപ്പിലാക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം.